നമസ്കാരം ടീച്ചറെ. നമസ്തേ. ടീച്ചറെ, ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് കൾച്ചറൽ മാർക്സിസം. ഈ സാധാരണ മാർക്സിസം, ലെനിനിസം, സ്റ്റാലിനിസം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൾച്ചറൽ മാർക്സിസം എന്നിങ്ങനെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എന്താണ് ടീച്ചറെ ഈ കൾച്ചറൽ മാർക്സിസം? അത് നമുക്കറിയാം, മാർക്സിസം പിന്നെ ഒരു കാലഘട്ടത്തിൽ അതങ്ങനെ ഉയർന്നു വന്ന് ആഗോളതലത്തിൽ ഇങ്ങനെ വ്യാപിക്കാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് തന്നെ അത് നിലച്ചു. ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ടാണല്ലോ മാർക്സിസം അങ്ങനെ. എന്നിട്ട് അത് പിന്നീട് ലോകത്തിന്റെ ചെറിയ ചില കോണുകളിൽ ഒതുങ്ങിപ്പോയി. അപ്പോൾ അത് എന്നാലും മാർക്സിസ്റ്റുകാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ മാർക്സിസ്റ്റുകാർക്ക് അറിയണം ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. മാർക്സിസം പെട്ടെന്ന് ഇങ്ങനെ ഉയർന്നു വന്നിട്ട് ലോകം കീഴടക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് അതങ്ങ് ചുരുങ്ങി. അപ്പോൾ അതിന്റെ കാരണങ്ങൾ ആരായാൻ ഇവര് മാർക്സിസ്റ്റ് സ്കോളേഴ്സ് അതിനു വേണ്ടി പരിശ്രമിച്ചു. അപ്പോൾ അവര് നോക്കുമ്പോൾ ചില അപാകതകൾ ഈ ഓർത്തഡോക്സ് മാർക്സിസത്തിൽ, അതായത് മാർക്സിന്റെ ഐഡിയോളജിയിൽ ചില അപാകതകൾ, കുറവുകൾ ഇവർ കണ്ടുപിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത് മാർക്സിസത്തിനെതിരെ ഒരു ക്രിറ്റിസിസമാണ്. അതേസമയം ഈ മാർക്സിസം ഉദ്ദേശിക്കുന്ന ലക്ഷ്യം, അതിൻ്റെ ലക്ഷ്യം എന്താണോ അത് വേറൊരു വഴി കൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് ഇവർ. അപ്പോൾ ഇവർ മാർക്സിസ്റ്റുകളാണോ എന്ന് ചോദിച്ചാൽ മാർക്സിസ്റ്റുകളാണ്. കാരണം മാർക്സിസത്തിന്റെ ലക്ഷ്യം ഇവർക്ക് നേടണം. പക്ഷെ മാർക്സ് പോയ വഴിയെ പോയാൽ ശരിയാവില്ല. അതുകൊണ്ട് പഴയ മാർക്സിസത്തെ, പരമ്പരാഗത മാർക്സിസത്തിനെ ഇവര് വിമർശിക്കുകയാണ്. ആ വിമർശിക്കുകയും ഒപ്പം തന്നെ അതിനെ തിരുത്തുകയും, അതുപോലെ പിന്നെ എന്ത് വഴി ഇവർ തിരുത്തിയിട്ട് ഇവരുടേതായ വഴി, ഒരു പുതിയ വഴി കണ്ടുപിടിക്കണം. ആ വഴി തരുന്ന ആ മാർക്സിസ്റ്റ് സ്കോളേഴ്സിനെയാണ് നമ്മൾ കൾച്ചറൽ മാർക്സിസ്റ്റുകളെന്ന് പറയുന്നത്, സാംസ്കാരിക മാർക്സിസ്റ്റുകൾ. അപ്പോൾ ഇവര് മാർക്സിനെ ക്രിട്ടിസൈസ് ചെയ്ത് എന്തൊക്കെ പോയിന്റ്സിലാണ്, അപ്പോഴേ നമുക്കറിയാൻ പറ്റും ഇവർ തമ്മിൽ മാർക്സിസവും കൾച്ചറൽ മാർക്സിസവും തമ്മിൽ വ്യത്യാസം എന്താണെന്ന്. ഇവരാദ്യം കണ്ടുപിടിച്ചത് കാൾ മാർക്സിന്റെ ഐഡിയോളജിയിൽ പിന്നെ സാമ്പത്തികമാണ് മനുഷ്യന് ഏറ്റവും പ്രധാനം. അപ്പോൾ പരമപ്രധാനമായിട്ട് മനുഷ്യനെ നയിക്കുന്നത് അവന്റെ സാമ്പത്തികമാണ് അങ്ങനെയാണ് മാർക്സും എംഗൽസും വിഭാവന ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക അട്ടിമറിയിലൂടെ ഇവരുടെ ലക്ഷ്യം നേടണം. ഇവരുടെ ലക്ഷ്യം എന്താണ്? സ്ഥിതി സമത്വം. അപ്പൊ സാമൂഹിക സ്ഥിതി സമത്വം ഉറപ്പാക്കാൻ വേണ്ടി ഇവര് മാർക്സും എംഗൽസും കണ്ടുപിടിച്ച വഴി ഇക്കണോമിക് ഫീൽഡ്, അതായത് സാമ്പത്തിക മേഖലയെ അട്ടിമറിയിലൂടെ ഇത് കൊണ്ടുവന്നിട്ട്, അതായത് എക്സിസ്റ്റിംഗ് വ്യവസ്ഥയെ ഇപ്പൊ എന്താണോ നിൽക്കുന്ന അത് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയായിരുന്നു. അപ്പൊ അതിനെ അട്ടിമറിച്ചുകൊണ്ട് കമ്മ്യൂണിസം കൊണ്ടുവരണം. ഇതായിരുന്നു ഇവരുടെ. പക്ഷെ കൾച്ചറൽ മാർക്സിസ്റ്റുകൾ പറയുന്നത് മനുഷ്യന്റെ പ്രധാനപ്പെട്ട മേഖല സാമ്പത്തികമാണെന്ന് പറയുന്നത് തെറ്റാണ്. സമ്പത്ത് മാത്രമല്ല, സമ്പത്ത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട വേറെ പലതും ഉണ്ട് എന്നുള്ളതാണ്. അതിനാണ് സംസ്കാരം എന്ന് ഇവർ പറയുന്നത്. അതായത് മനുഷ്യരുടെ ഭാഷ, കല, സാഹിത്യം, വിദ്യ, പിന്നെ മതം, വിശ്വാസം, ആചാരം, ഇങ്ങനെ പലതുമുണ്ട്. ഇതൊക്കെ മനുഷ്യന് ഭയങ്കര ഡോമിനന്റ് ആണ് ഓരോ ജീവിക്കും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന് സാമ്പത്തികം മാത്രമാണെന്ന് പറഞ്ഞ് അയാളെ ചുരുക്കിയത് ശരിയാ. അതുകൊണ്ടാണ് ഒരു ഫെയിലിയർ, മാർക്സിസം ഫെയിൽ ആവാനായിട്ടുള്ള ഒരു കാരണം ഇതാണെന്ന്. അതായത് ഈ മനുഷ്യന്റെ സാമ്പത്തിക ആവശ്യങ്ങളെ മാത്രം അഡ്രസ് ചെയ്യുന്ന കമ്മ്യൂണിസത്തിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് മറ്റു മേഖലകൾ, ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ സാംസ്കാരികം, സാമൂഹ്യം, കല, സാഹിത്യം, മതം, വിശ്വാസം തുടങ്ങി അഭൗതികമായ, അലൗകികമായ പല വിഷയങ്ങളെയും സമീപിക്കേണ്ടിയിരിക്കുന്നു. അവിടെ മാർക്സിസത്തിന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായി. അവിടെ ഇടപെടലിലൂടെ മനുഷ്യരെ ബോധവൽക്കരിച്ചുകൊണ്ട് അവസാനം കമ്മ്യൂണിസത്തിലേക്ക് പോകുക. കമ്മ്യൂണിസം തന്നെയാണ് ലക്ഷ്യം രണ്ടുപേർക്കും. സ്ഥിതി സമത്വം അതാണ് ലക്ഷ്യം. അതായത് സോഷ്യലിസം എന്നോ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ വഴി എന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ വഴിയാണ്. സംസ്കാരം എന്ന് വെച്ചാൽ സംസ്കാരം ആർജിച്ചു കൊണ്ടുപോകുക എന്നുള്ളതല്ല, സാംസ്കാരിക മേഖലയെ അടിച്ചു പൊളിക്കുക, അതായത് അട്ടിമറിച്ച് ഇതിലേക്ക് ഉപയോഗിക്കുക, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. അതായത് കാൾ മാർക്സ് പറഞ്ഞത് സാമ്പത്തിക പിന്നെ അസമത്വം അത് ഇല്ലാണ്ടാക്കാൻ അദ്ദേഹം കണ്ടുപിടിച്ച വഴി എന്ന് പറയുന്നത്
തൊഴിലാളി വർഗത്തിന്, അതായത് തൊഴിലാളികളെ ഇപ്പോഴത്തെ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തൊഴിലാളികൾ സംഘടിക്കണം, സംഘടിച്ച് അവർ വിപ്ലവം ഉണ്ടാക്കണം. ആ വിപ്ലവത്തിലൂടെ ക്യാപിറ്റലിസത്തിനെ അട്ടിമറിക്കുക, മുതലാളിത്ത വ്യവസ്ഥയെ അട്ടിമറിക്കുക എന്നാണ്. അപ്പോൾ തൊഴിലാളികളുടെ ഒരു സർവാധിപത്യം കൊണ്ടുവരണം. അതാണ്. അപ്പോൾ ഈ തൊഴിലാളികൾ അതിലെല്ലാം ഫെയിലിയർ ആയിപ്പോയി, മാർക്സിസം ഫെയിലിയർ ആയിപ്പോയി. കാരണം ആദ്യത്തേത് മാർക്സ് വിഭാവന ചെയ്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളികളെ അന്തർദേശീയമായി, അതായത് ആഗോള തലത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഒരുമിപ്പിച്ച് കൊണ്ടുവരണം എന്നായിരുന്നു. പക്ഷെ അത് നടന്നില്ല. കാരണം എന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് അവനവന്റെ രാജ്യത്തോടുള്ള കൂറ്, അത്രയും കൂറ് മറ്റൊരു രാജ്യത്തെ തൊഴിലാളികളുടെ അടുത്ത് വരുന്നില്ല. അതായത് സർവ്വരാജ്യ തൊഴിലാളികളെ പരാജയപ്പെട്ടില്ല. അത് നടന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അത് മാത്രമല്ല, കുറച്ചുകൂടെയൊക്കെ ബെറ്റർ സാലറിയും സൗകര്യങ്ങളും ഒക്കെ വന്നുല്ലോ. കാലം മാറിയപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വന്തം രാജ്യത്തോടാണ്. അപ്പൊ ദേശീയതയാണ്. ഈ ദേശീയത ഈ പറഞ്ഞ പോലെ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് ഒരു വലിയ തടസ്സമായി. അപ്പോൾ അങ്ങനെ ആഗോള തലത്തിൽ അത് പരാജയപ്പെട്ടു. അതായത് മാർക്സ് വിഭാവനം ചെയ്ത ഈ കമ്മ്യൂണിസം നടപ്പാക്കി ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഒരു ശത്രു അപ്പുറത്ത് ഉദയം ചെയ്തിരിക്കുന്നു. അത് ദേശീയതയാണ്. അതൊന്ന്. പിന്നെ വിപ്ലവം ഇവരിലൂടെ സംഘടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ട് വിപ്ലവം നടത്തുക. ആ വിപ്ലവം അത് മുതലാളിത്തത്തിനെതിരെയാണ് വിപ്ലവം. അതെ, മുതലാളിത്തത്തിനെതിരെ വിപ്ലവം നടത്തി മുതലാളിത്തത്തെ വലിച്ചു താഴെ ഇടുക. ഇതാണ് പ്രശ്നം. പിന്നെ എന്നിട്ട് കമ്മ്യൂണിസം നടപ്പാക്കുക. പക്ഷേ ഈ കമ്മ്യൂണിസം ലാസ്റ്റ് നടപ്പാക്കുന്നതിന് അതിനു മുമ്പ് ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ തൊഴിലാളി വർഗ സർവാധിപത്യം, തൊഴിലാളികളുടെ സർവാധിപത്യം എന്ന് ഒരു കോൺസെപ്റ്റ് അവിടെ കൊണ്ടുവന്നു. ഈ രണ്ട് കോൺസെപ്റ്റ്, വിപ്ലവവും സർവാധിപത്യവും, ഈ രണ്ട് കാര്യങ്ങളെ കൾച്ചറൽ മാർക്സിസ്റ്റുകൾ പറയുന്നത് ഇത് രണ്ടെണ്ണമും പരാജയത്തിന് കാരണമായി മാർക്സിസത്തിന്റെ. കാരണം ഇത് രണ്ടിൽ നിന്നും ഉത്തേജനം കൊണ്ടാണ് ഹിറ്റ്ലറും സ്റ്റാലിനും ഒക്കെ കൂട്ടക്കുരുതികൾ നടത്തിയത്. സർവാധിപത്യം എന്നുള്ളത്, പിന്നെ വിപ്ലവം, ഇത് അപ്പൊ ഇതിൽ നിന്നാണ് അവർക്കൊക്കെ ഇത് രണ്ടും വാസ്തവത്തിൽ ഫാസിസത്തിലേക്കാണ് ചെന്നെത്തിയത്. അതെ, കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് ഇത് ഫെയിലിയർ ആയി. അപ്പോൾ അത് ഒരു കാരണം. അതുകൊണ്ട് ഇവർ പറയുന്നത് വിപ്ലവത്തിലൂടെ ചെയ്യേണ്ട. ഒന്നാമത് തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ സാധിക്കുന്നില്ല, രണ്ടാമത് അവരെ കൊണ്ട് വിപ്ലവത്തിലൂടെ ഒന്നും നേടാൻ സാധിക്കില്ല, അത് വഴിതെറ്റിപ്പോകും. അപ്പോൾ ആ ഒരു പ്രശ്നം അവർക്ക് വന്നു. പിന്നെ ഉള്ളത് ഈ ഇത് രണ്ടും. അപ്പോൾ പിന്നെ എന്താണ്, ഇവർക്ക് ആലോചിച്ചു ഇതൊന്നും അല്ലാതെ പിന്നെന്താണ് വഴി. അപ്പോൾ ഇവർ വിചാരിച്ചു ഇത് രണ്ടും മാറ്റി നിർത്തിയിട്ട്, രണ്ട് വഴികളും മാറ്റി നിർത്തിയിട്ട് അത് മാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട, അത് മറ്റേ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറെ ചരിത്ര സംഭവങ്ങളെക്കുറിച്ച്, അതിൽ പ്രധാനപ്പെട്ട ഒരു ഡീവിയേഷനാണ് ഇവർ തമ്മിൽ. അതായത് ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് അത് ഹെഗലിനെ പറയാതെ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഹെഗലിൻ്റെ പ്രിൻസിപ്പിളാണ് കാൾ മാർക്സ് സ്വീകരിച്ചത്, എംഗൽസും സ്വീകരിച്ചത്. ഹെഗലിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യാത്മകത. അതായത് ചരിത്രം എങ്ങനെയാണ് സമൂഹം മാറ്റപ്പെടുന്നത് എങ്ങനെയാണ്, ചരിത്രം ഉണ്ടാകുന്നത് എങ്ങനെയാണ്. അതായത് ചരിത്രം എന്ന് പറയുമ്പോൾ കുറെ സംഭവങ്ങളാണല്ലോ, സംഭവങ്ങളുടെ ശൃംഖലയാണ്. അപ്പൊ ഈ ചരിത്രത്തിൽ സംഭവങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ മാറ്റങ്ങൾ എങ്ങനെ നമുക്ക് നടത്താൻ പറ്റും, അതെങ്ങനെയാണ് നടക്കുന്നത്, ഇതിനെക്കുറിച്ച് ഹെഗൽ വൈരുദ്ധ്യാത്മക സിദ്ധാന്തം കൊണ്ടുവന്നു. അതിനെ ഡയലക്റ്റിക്സ് എന്ന് പറയും. അപ്പോൾ ഈ ഡയലക്റ്റിക്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഒരു സംഭവം, ആ സംഭവത്തിൽ നിന്ന് തന്നെ അതിൻ്റെ ആൻറ്റിതീസിസ് അല്ലെങ്കിൽ അതിൻ്റെ എതിരിടുന്ന ഒരു ശക്തി അതിൽ നിന്ന് തന്നെ ഉണ്ടാകും. അതിനെയാണ് അപ്പോൾ ആദ്യത്തേത് തീസിസ്, രണ്ടാമത്തേത് ആൻറ്റിതീസിസ്. അങ്ങനെ ഉണ്ടായിട്ട് ഈ മൂന്നാമത് ഇത് രണ്ടും കൂടെ ഉള്ള ക്ലാഷ്, എന്നിട്ട് മൂന്നാമത് ഒരു സിന്തസിസ് വരും. അത് മൂന്നാമത്തെ അവസ്ഥയാണ്. ആ സിന്തസിസ് പിന്നെയും തീസിസ് ആവും, കാരണം അതിനെ നേരിടാൻ വേറൊരു ഫോഴ്സ് വരും. അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഇതാണ് ശരിക്കുള്ള ചരിത്ര സംഭവങ്ങളുടെ നീക്കം ഇതാണ് എന്ന് ഹെഗൽ പറഞ്ഞിരുന്നു. ജർമ്മൻ ഫിലോസഫറാണ്. അദ്ദേഹം പറഞ്ഞതിനെയാണ് അതുപോലെ തന്നെ മാർക്സും എടുത്ത് അതിൽ ചില വ്യത്യാസങ്ങളുണ്ട്, അത് നമ്മൾ പിന്നീട് പറയാം. പക്ഷെ ഇത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ അനിവാര്യം എന്ന് പറഞ്ഞാൽ ഹെഗൽ പറഞ്ഞത് ഈ ഒരു സംഭവം ഇങ്ങനെ നടക്കുന്ന ഈ ഹിസ്റ്ററിയും അതുപോലെ തന്നെ സാമൂഹിക മാറ്റങ്ങളും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിൻ്റെ അനിവാര്യതയെ പറ്റി അദ്ദേഹം സംസാരിച്ചു.
അതായത് അത് അങ്ങനെ അതിനെ തന്നെ ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കാൻ പറ്റില്ല. ഇങ്ങനെയാണ് അതിന്റെ രീതി. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഡിറ്റർമിനിസമാണ് അവിടെ എന്ന് വെച്ചാൽ വിധിക്കപ്പെട്ടിരിക്കുന്ന പോലെ അതെങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ് എന്ന്. അല്ലാതെ ഇപ്പൊ മനുഷ്യർക്ക് വിചാരിച്ചാൽ അതിനെ മാറ്റാൻ പറ്റില്ല, അതിങ്ങനെയാണ് ഇതിന്റെ രീതി എന്നുള്ള ഒരു രീതിയിൽ അനിവാര്യത കൊണ്ടുവന്നു. അപ്പൊ അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഈ കൾച്ചറൽ മാർക്സിസ്റ്റുകൾ എല്ലാവരും എതിർക്കുന്നത് ആ ഒരു കാര്യത്തിനാണ്. അതായത് അവർ പറയുന്നത് അങ്ങനെ അനിവാര്യത ഒരു ഹിസ്റ്റോറിക്കൽ നെസസിറ്റി എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അനിവാര്യമൊന്നുമല്ല, മനുഷ്യൻ വിചാരിച്ച ഇതെല്ലാം മാറ്റിമറിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ അനിവാര്യത തെറ്റാണെന്നുള്ളത് ഇപ്പോൾ ഉള്ള സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. കാരണം ഈ അനിവാര്യത ശരിയായിരുന്നുവെങ്കിൽ, മാർക്സ് പറഞ്ഞത് ശരിയായിരുന്നുവെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റലിസമാണ് തീസിസ്, അതിനെ എതിർക്കാൻ തൊഴിലാളി വിപ്ലവം വരും. അപ്പോൾ അത് ആന്റി തീസിസ്. പിന്നെ എന്നിട്ട് കമ്മ്യൂണിസമാണ് സിന്തസിസ്. പക്ഷെ അത് സംഭവിച്ചില്ലല്ലോ. തൊഴിലാളി വിപ്ലവം വന്നില്ല, ആന്റി തീസിസ് വന്നില്ല, തീസിസ് തന്നെ പുഷ്ടിപ്പെട്ടു. മുതലാളിത്തം അതിന്റെ അങ്ങ് സേനത്തിലെത്തിയിരിക്കുകയാണ്, അങ്ങേ അറ്റം വളർന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞത് തെറ്റിയില്ലേ, അനിവാര്യത തെറ്റിയില്ലേ? അതേസമയം ഇവർ കൾച്ചറൽ മാർക്സിസ്റ്റുകൾ ഈ വൈരുദ്ധ്യാത്മകത നിലനിർത്തുകയാണ്, അതവർക്ക് വേണം. ഈ വൈവിധ്യങ്ങൾ എതിർക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പോളിസിയാണ്. ഏതിന് എക്സിസ്റ്റിംഗ് സിസ്റ്റത്തെ മുഴുവൻ എതിർക്കുക എന്നുള്ളത് ഒരു പോളിസിയാണ്. അതുകൊണ്ട് ആ വൈരുദ്ധ്യാത്മകത ഇവർ സൂക്ഷിക്കും. പക്ഷേ അതിലെ അനിവാര്യത എടുത്തു കളയും. കാരണം അനിവാര്യത തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ. ക്യാപിറ്റലിസം പുഷ്ടിപ്പെടുകയും ചെയ്ത് സിന്തസിസ് ഒന്നും വന്നതില്ല, സിന്തസിസ് പോയിട്ട് ആന്റി തീസിസ് പോലും വന്നില്ല. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു അപ്പോൾ കൾച്ചറൽ മാർക്സിസ്റ്റുകൾ ഇങ്ങനെയാണ് ഈ ഓർത്തഡോക്സ് മാർക്സിസത്തിൽ നിന്നും വ്യത്യാസപ്പെടുന്നത്. ഈ അനിവാര്യതയാണ്, അതിനെല്ലാവരും എതിർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു യാഥാസ്ഥിതിക മാർക്സിസത്തിന്റെ മാർഗം, ലക്ഷ്യം, ഇതിലൊക്കെ ഇവർക്ക് ചില വ്യത്യാസങ്ങൾ കൾച്ചറൽ മാർക്സിസ്റ്റുകൾക്ക് പറയാനുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസം വരണം. പക്ഷേ ഇവർ ആവശ്യപ്പെടുന്നത് ഈ കമ്മ്യൂണിസം നമുക്ക് ഉദ്ബോധനം കൊണ്ട്, ജനങ്ങളെ ബോധവൽക്കരണം കൊണ്ട് നടപ്പാക്കാം. അതായത് ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും അത് മുതലാളി എന്നുള്ള ആ ഒരു വർഗീകരണം വേണ്ട. ചൂഷണം ജനങ്ങളെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ ഉദ്ബോധനത്തിലൂടെ അതിനെ അവരെ കൾച്ചറിനെയാണ് സ്വാധീനിക്കേണ്ടത്. അതായത് ഇവർ പറയുന്നത് ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയും ഈ മനുഷ്യന്റെ കൾച്ചർ, സംസ്കാരവും തമ്മിൽ അഭേദ്യ ബന്ധമുണ്ട്. കാരണം അവരുടെ വേ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ അവരുടെ വൈകാരികമായിട്ടുള്ള എക്സ്പ്രഷനും എല്ലാം തന്നെ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയെ പ്രൊമോട്ട് ചെയ്യുന്നത് പോലെയാണ്. ആ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതി അങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ഇതെല്ലാം ഇവരിൽ അടിച്ചേൽപ്പിക്കുന്നു, ഒരു പ്രത്യേക സംസ്കാരം ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ അഭേദ്യ ബന്ധമുണ്ട് ഇത് തമ്മിൽ. അതുകൊണ്ട് ഇവർ സഞ്ചരിക്കേണ്ട വഴി ഏതാണ്? തൊഴിലാളി വർഗത്തിനെ സംഘടിപ്പിച്ച് വിപ്ലവം ഉണ്ടാക്കുന്നതിലൂടെ അല്ല, മറിച്ച് ജനങ്ങളുടെ സംസ്കാരത്തിലൂടെ അതിൽ നുഴഞ്ഞുകയറ്റം നടത്തി ഉദ്ബോധനം മാത്രമല്ല, ആ സിസ്റ്റത്തെ തകർക്കുക. കൾച്ചർ ഇപ്പം അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കൾച്ചർ എന്ന് പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെ കൾച്ചറാണ്. അതിനെ തകർക്കുക, തൊഴിലാളി വർഗത്തിന്റെ ഒരു കൾച്ചർ എന്നിട്ട് തൊഴിലാളി വർഗത്തിന്റെ, അതായത് കമ്മ്യൂണിസത്തിന്റെ, ഇവർക്കിപ്പോ ഈ വർഗം എന്നുള്ള ആ ഒരു ഇതങ്ങ് ഇവർ കളഞ്ഞു, തൊഴിലാളി വർഗമൊക്കെയും കളഞ്ഞു. കമ്മ്യൂണിസം നടപ്പാക്കണമെങ്കിൽ ജനങ്ങളുടെ, അതായത് കോമൺ മാസിന്റെ തന്നെ അവരുടെ കൾച്ചർ എന്താണ്, ആ കൾച്ചറിനെ, അത് ഇപ്പോ ക്യാപിറ്റലിസത്തിന്റെ കൾച്ചറാണ്, അതിനെ മാറ്റിമറിക്കുക, അതിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് അതിനെ പുനർവായന നടത്തി അല്ലെങ്കിൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് അതിനെ തകർത്ത് അപ്പോൾ അത് മനുഷ്യർക്ക് ഒരു ഉദ്ബോധനം ഉണ്ടാവും, നമ്മൾ ഇതുവരെയും കൊണ്ടു നടന്നിരുന്ന ഈ കൾച്ചറൊക്കെ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ടൊരു പുതിയ വ്യവസ്ഥിതി വരണം. അതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു ഭൗതിക ചിന്ത ഇവരിലേക്ക് കൊണ്ടുവരണം. അതാണല്ലോ മാർക്സിസത്തിന്റെ പ്രധാനപ്പെട്ട, അതൊരു മെറ്റീരിയലിസമാണ്. ഭൗതികമായ ലക്ഷ്യം കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ അല്ലാത്തതിനെല്ലാം തുടച്ചു മാറ്റി അങ്ങനെ ഈ മനുഷ്യരുടെ ചിന്താഗതി അതിനെ അനുകൂലമാക്കി കൊണ്ടുവരണം, മാർക്സിസത്തിന് അനുകൂലമാക്കി കൊണ്ടുവരണം എന്നുള്ളത്. അതാണ് കൾച്ചറൽ മാർക്സിസം ലക്ഷ്യമിടുന്നത്. അതെ, അതുകൊണ്ടാണ് ഇവരെ കൾച്ചറൽ മാർക്സിസം, കൾച്ചറിനെയാണ് ഇവർ ഉപകരണമാക്കുന്നത്, ടൂളാക്കുന്നത്. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.